ചെക്കേർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് പ്രായപരിധി ഉയർത്തുക എന്നുള്ളത്. 2013 മുതൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി സ്കീം അനുസരിച്ച് 60 വയസ്സ് വരെയാണ് റിട്ടയർമെന്റ് ഏജ് ആയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ 2013 മുമ്പ് ജോലിയിലുണ്ടായിരുന്ന സ്റ്റാറ്റ്യൂട്ടറി പദ്ധതി പ്രകാരം 56 വയസ്സായിരുന്നു പെൻഷൻ പ്രായമെങ്കിൽ 2013 ശേഷം ജോലിക്ക് പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പങ്കാളിത്ത പെൻഷൻ പ്രകാരം 60 വയസ്സ് വരെയാണ് ജോലിയിൽ തുടരാനുള്ള അവകാശം. 60 വയസ്സാണ് പെൻഷൻ പ്രായമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധിയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധിയിൽ ഇതുവരെ ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പദ്ധതി പ്രകാരം 18 to 36 ആയിരുന്നു അന്ന്. അവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 36 ആയിരുന്നു. അവിടെ പെൻഷൻ പ്രായം 56 വയസ്സായിരുന്നു. എന്നാൽ 2013 ശേഷം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്ക് വന്നപ്പോൾ അവിടെയും പ്രായപരിധി അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 to 36 ആണ്. എന്നാൽ പെൻഷൻ പ്രായം 60 വയസ്സായിട്ട് ഉയർത്തുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട സർക്കാരിനെ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് നിവേദനങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല നടപടികൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പ്രായപരിധി ഉയർത്തിയാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയും അവർക്ക് ജോലിയിൽ പരീക്ഷ എഴുതി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് കൊറോണ കാലഘട്ടങ്ങൾ 2020 കാലഘട്ടങ്ങളിലൊക്കെ കൊറോണയുടെ സമയങ്ങളായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ആ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് ഓവറായി പോവുകയും അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ LDC LGS പരീക്ഷകളിൽ ഏജ് ഓവർ ആയവരെ കൂടി ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞ് ധാരാളം ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങൾ സമർപ്പിക്കുകയും എന്നാൽ അതിലൊന്നും ഫലം കാണാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികൾ പ്രായപരിധിയിൽ മൊത്തത്തിലൊരു വ്യത്യാസം വരുത്തിയാൽ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്രദമാകും എന്നുള്ള രീതിയിൽ നിവേദനങ്ങൾ സമർപ്പിക്കുകയും സങ്കട ഹർജികൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും കൂട്ടായ ഒരു പ്രവർത്തനം അത്യാവശ്യമാണ്. അങ്ങനെ കൂട്ടായ ഒരു പ്രവർത്തനം ഉണ്ടായെങ്കിൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിലപാട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഒരു നിലപാട് ഉണ്ടാകണമെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റുകളിൽ 18 to 40 ആണ് അവിടെ ഏജ് ലിമിറ്റ് എങ്കിൽ പോലും EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 43 വയസ്സ് വരെയുള്ള 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അവിടെ 43 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അത് ആ ഒരു EWS കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ നൽകുമ്പോൾ അത് PSCയിലും പ്രാവർത്തികമാക്കിയാൽ കുറേ ഉദ്യോഗാർത്ഥികൾ കൂടി അത് പ്രയോജനപ്രദമാകുന്നതാണ്. അതുകൂടാതെ തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് ആ ഒരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ പ്രയോജനപ്രദമാകും. അങ്ങനെ കുറേ അധികം ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കുറച്ച് സമയമാണ് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ലഭിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പഠനമെല്ലാം കഴിഞ്ഞ് ഒരു 30 വയസ്സാവുമ്പോഴാണ് PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ 36 വയസ്സ് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് കാലഘട്ടം മാത്രമാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ലഭിക്കുന്നത്. അങ്ങനെ ഒരു കുറച്ച് കാലഘട്ടങ്ങളിലുള്ളിൽ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം നഷ്ടബോധം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ജോലി എന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പല ഉദ്യോഗാർത്ഥികളും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന കാലയളവ് വളരെ കുറച്ചായതിനാൽ അവർക്കത് പൂർണ്ണമായിട്ടും അത് പ്രാവർത്തികമാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റിൽ പ്രായപരിധിയിൽ ഒരു വ്യത്യാസം ഉണ്ടായാൽ അത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനപ്രദമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം 2013 ശേഷം പെൻഷൻ പ്രായം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉള്ള ജോലിക്ക് പ്രവേശിക്കുന്നവർക്ക് അവർക്ക് 60 വയസ്സ് വരെയാണ് പെൻഷൻ പ്രായമെങ്കിൽ ആ ഒരു പ്രായപരിധിയിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ പെൻഷൻ പ്രായം ഉയർത്തിയപ്പോൾ ഉണ്ടായ ഒരു പ്രായപരിധിയിലുള്ള വ്യത്യാസം
എന്നാൽ അപേക്ഷിക്കാനുള്ള ഒരു പ്രായപരിധിയിൽ ഒരു വ്യത്യാസം കൂടി വരുത്തി കിട്ടിയാൽ ഉദ്യോഗാർത്ഥികൾക്ക്, ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ, ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകൾക്ക് ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. അപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ ഒരു പ്രവർത്തനം, അത് എല്ലാവരിലും ഒരു ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. അപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട സർക്കാരിനെ പ്രസ്തുത കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള നിവേദനങ്ങളും സങ്കടഹർജികളൊക്കെ സമർപ്പിച്ചാൽ നിങ്ങൾക്കത് അതിലൊരു മാറ്റം വരുത്തി കിട്ടുമെന്നുള്ളതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അനുകൂല നിലപാട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്ന നമ്മുടെ സർക്കാർ കൂടുതൽ നിയമനങ്ങളാണെങ്കിലും നിയമനങ്ങളൊക്കെ കൂടുതൽ നടത്താൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിയമനങ്ങളൊക്കെ പരമാവധി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഈ ഒരു കാര്യത്തിലും അനുകൂലമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും. അങ്ങനെ അവരുടെ ആശങ്കകളെല്ലാം തന്നെ പരിഹരിച്ച് പ്രായപരിധിയിൽ ഒരു വ്യത്യാസം വരുത്തി ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ അനുകൂലമായ ഒരു തീരുമാനം ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.